യുവാക്കളെ, ചെറുപ്പക്കാരെ, വെള്ളയും ചുവപ്പും അണിഞ്ഞുകൊണ്ട് കോളേജിന്റെയും അതുപോലെ തന്നെ സ്കൂളിന്റെയും വരാന്തയിൽ നിങ്ങൾ ആഘോഷിക്കുന്ന ഈ ആഘോഷമുണ്ടല്ലോ, നിങ്ങൾ ആഹ്ലാദിക്കുന്ന ഈ ആഹ്ലാദമുണ്ടല്ലോ, എന്താണ് സഹോദരങ്ങളെ ഇതിന്റെ അടിസ്ഥാനം? ഇതാ നീ ചോദിക്കാതെ തന്നെ പല അനുഗ്രഹങ്ങളും നിനക്ക് നൽകിയ നിന്റെ റബ്ബിനൊരു മകനുണ്ട് എന്ന് പറയുന്ന ഒരാഘോഷമാണ് നിന്റെ കോളേജിലും അതുപോലെ തന്നെ നിന്റെ സ്കൂളുകളിലും നടക്കുമ്പോൾ നീ ആഹ്ലാദിക്കുന്നത്. മനസ്സിലാക്കണം മുസ്ലിമേ, നിനക്ക് എങ്ങനെയാണ് ഈ ഒരു ആഘോഷം ആഘോഷിക്കാൻ സാധിക്കുന്നത് എന്ന് നീ ഒന്നും കൂടി ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്, അല്ലേ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, തഹ്നിയത്തുൽ കുഫാരി ബിഈദിൽ ക്രിസ്മസ് ഔ ഗൈരിഹി, ക്രിസ്മസ് പോലെയുള്ള അതുപോലെയുള്ള ആഘോഷങ്ങളിൽ അവരുടെ മിൻ അയാദിഹിമുദ് ദീനിയ, അവരുടെ ദീനീപരമായ ആഘോഷങ്ങളിൽ ഒരു മുസ്ലിമിന് അവരോട് ആശംസ പറയുക എന്നുള്ളത് ഹറാമും ബിൽ ഇത്തിഫാഖ്. ഏകദേശം ഒട്ടുമിക്ക പണ്ഡിതന്മാരും എല്ലാ പണ്ഡിതന്മാരും അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹറാമാണ് സഹോദരങ്ങളെ ആശംസ പറയുക എന്നുള്ളത്. കാരണം ഇതിന്റെ അടിസ്ഥാനം ഇങ്ങനെയാണ്: ഒരു മുസ്ലിം അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന റബ്ബിന് ഒരു മകനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തപ്പെടുന്ന ആഘോഷമാണ് ക്രിസ്മസ്. എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും അതിന് ആശംസ? ഒരു മുസ്ലിമിന് എങ്ങനെ സാധിക്കും? അതുപോലെ തന്നെ നമ്മളൊക്കെ പ്രത്യേകം ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇതൊക്കെ ചെറുതല്ലേ, ഒരു ആശംസയല്ലേ എന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കാൻ സാധിക്കുകയില്ല. ഉലമാക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണ് ഹറാം എന്നുള്ളത്.